الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا. من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة. من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وقال الملأ الذين كفروا من قومه لئن اتبعتم شعيبا إنكم إذا لخاسرون فأخذتهم الرجفة فأصبحوا في دارهم جاثمين. الذين كذبوا شعيبا كأن لم يغنوا فيها الذين كذبوا شعيبا كانوا هم الخاسرين. صدق الله. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും തികഞ്ഞ സൂക്ഷ്മതയോടുകൂടി തഖ്വയോടുകൂടി പാലിച്ച് മുന്നോട്ട് പോകണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും അവന്റെ സത്യത്തിൽ അവന്റെ സന്മാർഗത്തിൽ ജീവിച്ച് വിജയം വരിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തന്ന് നമുക്ക് വേണ്ടപ്പെട്ടവരോടൊപ്പം അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും ഒരുമിപ്പിക്കുമാറാകട്ടെ. മാർക്കറ്റ് കറപ്ഷനുമായി ബന്ധപ്പെട്ട് ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദഅവത്തിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ ചില കാര്യങ്ങൾ തുടങ്ങി വെച്ചിരുന്നത്. നമ്മളിത് പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് ഒരു ക്യാപിറ്റലിസ്റ്റ് മൈൻഡ് സെറ്റ്, ഒരു ഐഡിയോളജി എന്നതിനേക്കാൾ അധികം അതൊരു മാനസികാവസ്ഥയാണ്. അതിനെ അടയാളപ്പെടുത്തുന്ന സ്വഭാവത്തിൽ ചില വിശ്വസാഹിത്യത്തിൽ നിന്നുള്ള ചില കഥാപാത്രങ്ങളൊക്കെ ഇവിടെ ഉദ്ധരിച്ചിരുന്നു. കുറെ കൂടി കറക്റ്റായിട്ട് ഒരു കമ്പാരിറ്റീവ് അനാലിസിസിന് പറ്റിയ സ്വഭാവത്തിൽ കൃത്യമായിട്ടുള്ള മറ്റൊരു കഥാപാത്രം ഇപ്പോൾ മനസ്സിൽ വരികയാണ്. മൊസ്യു വെർദു എന്നാണ് ആ കഥാപാത്രത്തിന്റെ പേര്. മൊസ്യു എന്ന് പറഞ്ഞാൽ മിസ്റ്റർ എന്ന അർത്ഥത്തിൽ ഫ്രഞ്ചിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ എല്ലാവരെയും മിസ്റ്റർ എന്ന് പറയും. ഈ മൊസ്യു, ഷെയ്ഖ് തുടങ്ങിയിട്ടുള്ള വാക്കുകളൊക്കെ എന്തുകൊണ്ടോ കുറെ കൂടി ഉന്നത ശ്രേണിയിലൊക്കെ ഉള്ളവരെ മാത്രമേ അങ്ങനെയൊക്കെ വിശേഷിപ്പിച്ച് കാണാറുള്ളൂ. അത് വേറെ വിഷയമാണ്. എന്തായാലും ഈ പേരിൽ നിന്ന് മനസ്സിലാക്കാം ഇത് ചാർലി ചാപ്ലിൻ്റെ ഒരു കഥാപാത്രമാണ്. മൊസ്യു വെർദു സമൂഹത്തിൽ വളരെ ആദരവുള്ള, അംഗീകാരമുള്ളൊരു മനുഷ്യനാണ്. എന്തെന്നാൽ അയാൾ വലിയൊരു സമ്പന്നനാണ്. അതേസമയം അയാളൊരു സീരിയൽ കില്ലറാണ്. ആരും അറിയാതെ അയാൾ ഈ വിധവകളായിട്ടുള്ള അല്ലെങ്കിൽ അനപത്യകളായിട്ടുള്ള എന്നാൽ പ്രായം ചെന്നിട്ടുള്ള ധനിക സ്ത്രീകളെ വിവാഹം കഴിക്കും. ഉപായത്തിൽ അവരങ്ങ് കുന്നുകളയും. അതോടുകൂടി അവരുടെ സമ്പത്ത് ഇയാൾക്ക് കിട്ടും. അത് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ചിട്ടാണ് അയാൾ ഈ പണം ഉണ്ടാക്കുന്നത്. ഈ സംഗതിയൊന്നും എല്ലാവർക്കും അറിയില്ല.
പക്ഷെ അതേസമയം മൗലികമായിട്ട് ഈ കഥാപാത്രം ഉയർത്തുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. ഈ സൃഷ്ടിയെ തന്നെ നിരൂപകർ വിലയിരുത്തുന്നത് അലിഗറി ഓൺ ക്യാപിറ്റലിസം ആണ്. അതുകൊണ്ടാണ് നമ്മുടെ കമ്പാരിറ്റീവ് അനാലിസിസിന് നേർക്കുനേരെയുള്ളൊരു ഒരു ക്യാരക്ടറായിട്ട് ഇദ്ദേഹം മാറുന്നത്. അപ്പോൾ ഉയർത്തുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. അവസാനം പിടിക്കപ്പെടുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ചോദ്യങ്ങളൊക്കെ മൗലികമാണ്. അയാൾ കോടതിയിൽ പറയുന്നത്, ഞാൻ എന്തുകൊണ്ട് പിടിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഈ രംഗത്ത് ഞാൻ അമച്വർ ആയതുകൊണ്ടാണ്. എന്നെ വിചാരണ ചെയ്യുന്ന നിങ്ങൾ ആരും കുറ്റവിമുക്തരല്ല. കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ ആയുധ വ്യാപാരം നടത്തുന്നവർ, യുദ്ധം വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഒരാളെ കൊന്നാൽ അയാൾ കൊലയാളിയും, അതേസമയം കൂട്ടമായിട്ട് കുറെ ആളുകളെ, അത് സ്റ്റേറ്റിന് വേണ്ടിയാണെങ്കിലും മറ്റെന്തിനു വേണ്ടിയാണെങ്കിലും കൊല ചെയ്യുമ്പോൾ അയാൾ ഹീറോയുമാകുന്നതിന്റെ മനഃശാസ്ത്രം എന്താണ്? രാജ്യതന്ത്രത്തിന്റെ അനിവാര്യമായ എക്സ്റ്റൻഷനാണ് യുദ്ധമെങ്കിൽ തീർച്ചയായിട്ടും ബിസിനസിന്റെ അനിവാര്യമായ എക്സ്റ്റൻഷനാണ് മർഡർ. അതിലൊരു സംശയം എനിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. രസകരമായ ഒരു ഭാഗം അവസാനമുണ്ട്. ഇയാൾ അവസാനം വധശിക്ഷയ്ക്ക് വിധിച്ച് ഇപ്പൊ വലിയ പ്രമാണിമാരൊക്കെ ചുറ്റിലും നിൽക്കുന്നുണ്ട്. ഇയാളെ ഗില്ലറ്റിൻ യന്ത്രത്തിനടുത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അയാൾ പറയുന്നത്, താമസിയാതെ നമുക്ക് വീണ്ടും കാണാം, മരണത്തിലേക്ക് പോവാണ്. ഇതിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഈ കൂടിയിരിക്കുന്നവരുടെ ആ ഒരു ക്രിസ്ത്യൻ ഫെയ്ത്ത് അനുസരിച്ച് ഇയാൾ നേരെ നരകത്തിലേക്കാണ് പോകുന്നത്. അവിടെ വെച്ച് കാണാം എന്ന് ഈ പ്രമാണിമാരോട് പറയുമ്പോൾ ഇയാൾക്കുള്ളൊരു ഉറപ്പുണ്ടല്ലോ, എന്നെ നരകത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് നിങ്ങളും വേറെടിയല്ല പോകാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അത് ആ സിസ്റ്റത്തിനെതിരായിട്ടുള്ള ശരിയായൊരു സറ്റയറാണ്, അല്ലെങ്കിൽ ഒരു സർക്കാസമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും. അപ്പോഴങ്ങനെയുള്ള പല മാനങ്ങളിലും വായിക്കാവുന്ന ഒരു ക്യാരക്ടർ. അദ്ദേഹത്തിന്റെ ഒരു വചനമുണ്ട്, ഒരു വാക്യം. അദ്ദേഹം ഒരു പെൺകുട്ടിയോട് പറയുന്നു, ഒരു തെരുവ് പെൺകുട്ടി, ജീവിതത്തിന്റെ ഫിലോസഫി ഇയാളെ പഠിപ്പിക്കുന്ന, സത്യത്തിൽ ഇയാൾ ദുർബലനായി പോകുന്നത് പോലും ആ ഫിലോസഫി കേട്ടിട്ടാണ്. തെരുവില് പൂവിറ്റ് നടക്കുന്ന ഒരു പെൺകുട്ടിയാണ്, ഒരു സാധാരണ പെൺകുട്ടി. അപ്പൊ സംസാരത്തിനിടയിൽ ഇയാൾ പറയുന്നുണ്ട്, ബിസിനസ് ഇസ് എ റൂത്ത്ലെസ് ബിസിനസ്. കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരു ദയാരഹിതമായ വ്യവഹാരമാണ്. ഇതാണ് നമ്മുടെ പോയിന്റ്. ഇതാണ് മദിയൻ വാസികളുടെ, അസ്ഹാബ് മദിയൻ എന്ന് നമ്മളിവിടെ പറയുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട ന്യായം ഇതാണ്. കച്ചവടം എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു സാധനം. ചിലപ്പോഴും നമ്മൾ ഈ കച്ച കവടം എന്നൊക്കെ പറയാറുണ്ട്. കവടം എന്ന് പറഞ്ഞാൽ ചതിക്കുക എന്നാണ്. ചതിക്കുവാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയവനാണ് കച്ചവടക്കാരൻ എന്നത് ഒരവസ്ഥയായിട്ടല്ല, മറിച്ചൊരു ജസ്റ്റിഫിക്കേഷനായിട്ടാണ് പറയാറുള്ളത്, ഒരു ന്യായമായിട്ട്. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ ഈ ബിസിനസ് ഈസ് എ റൂത്ത്ലെസ് ബിസിനസ് എന്ന് പറയുമ്പോൾ കാണാൻ സാധിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പം ഷുഐബ് അലൈഹിസ്സലാത്തു വസ്സലാം ജനതയോട് പറഞ്ഞത്, നിങ്ങൾക്ക് നഷ്ടം വരും. അതാണ് കാലൽ മലഉല്ലദീന കഫറൂ മിൻ ഖൗമിഹി ലഇൻ ഇത്തബഅതും ശുഐബൻ ഇന്നകും ഇദല്ല ഖാസിറൂൻ. ജനതയോട് പറയാണ്, ഇദ്ദേഹം വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയും, പക്ഷെ അതൊക്കെ കേട്ട് നിന്നാല് കച്ചവടം പൂട്ടിപ്പോകും. നിങ്ങൾക്ക് നഷ്ടം വരും. നിങ്ങളിൽ ആരാണോ ഷുഐബിനെ പിന്തുടരുന്നത് അവർക്ക് നഷ്ടം വരുന്നു. അപ്പോൾ ആ സമയത്ത് അതിലേക്ക് ചേർത്ത് വെക്കാവുന്ന ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രബോധനമാണ്, ബഖിയത്തുല്ലാഹി ഖൈറുൽ ലക്കും ഇൻ കുന്തും മുഅ്മിനീൻ. നിങ്ങൾക്ക് ഒരു തരിയെങ്കിലും വിശ്വാസം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുക. അല്ലാഹുവിങ്കൽ നിങ്ങൾക്ക് ശേഷിച്ചതെന്തോ അതാണ് ഖൈർ. തന്നെയല്ല, അതേ അനുഭവിക്കാനും സാധിക്കുള്ളൂ. അതും കൂടി മനസ്സിലാക്കണം. അതേ നിങ്ങൾക്ക് അനുഭവിക്കാനും സാധിക്കുകയുള്ളൂ. പിന്നെ ഇതൊക്കെ ചെയ്തിട്ടെന്തിനാ എന്നുള്ളതാണ് ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചോദ്യം. അപ്പൊ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ബിസിനസ് ഇസ് എ റൂത്ത്ലെസ് ബിസിനസ്. ദയാരഹിതമായ ഒരു വ്യവഹാരമാണ് യഥാർത്ഥത്തിൽ കച്ചവടം. ഇങ്ങനെ ചിന്തിച്ചെങ്കിൽ മാത്രമേ ഇറങ്ങാൻ പാടുള്ളൂ. ചിലപ്പോൾ നമ്മൾ കച്ചവടക്കാർക്ക് കൊടുക്കുന്ന, കച്ചവടത്തിന് ഇറങ്ങാൻ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു സംരംഭം അങ്ങനെ ആരംഭിക്കാൻ പോകുന്ന അവർക്ക് കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഉപദേശം സ്വന്തം പിതാവിനെ പോലും വിശ്വസിക്കാൻ പാടില്ല എന്നായിരിക്കും. അങ്ങനെയൊക്കെയുള്ള മോട്ടിവേഷൻ സ്പീച്ചുകൾ ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട്. വിശ്വസിക്കരുത് എന്നാണ് പറയുന്നത്. ആരെയും വിശ്വസിക്കരുത്. അങ്ങനെയുണ്ടോ? ചതിവിനെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാം, പക്ഷെ ആരെയും, സ്വന്തം പിതാവിനെ പോലും വിശ്വസിക്കരുത് എന്നൊക്കെയുള്ള പാഠം യഥാർത്ഥത്തിൽ മനുഷ്യരിൽ ഉണ്ടാക്കുന്ന ആ ശൈഥില്യത്തെ കുറിച്ച് ആലോചിക്കണ്ടേ? നമ്മുടെ നാട്ടിൽ മോട്ടിവേഷൻ സ്പീച്ചുകൾക്ക് ഒരു പഞ്ഞമില്ല. നല്ല രീതിയിൽ അത് നടത്തുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ബഹുഭൂരിഭാഗവും അവലംബിക്കുന്നത് ജോർദാൻ പീറ്റേഴ്സിനെ പോലുള്ള ആളുകളെയാണ്. ജോർദാൻ പീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കടുത്ത വലതുപക്ഷവാദി.
ഒരു മുതലാളിത്തവാദി, അതിനേക്കാൾ ഉപരി ഒരു ഇസ്രായേൽ സയനിസ്റ്റ് പക്ഷപാതി, ആ മനുഷ്യനാണ് പലപ്പോഴും അവലംബിക്കാറുള്ളത് എന്നുള്ളത് അത് സൈഡായിട്ടുള്ള ഒരു വിഷയമാണ്, നമ്മുടെ പ്രധാന വിഷയമല്ല. അപ്പൊ ഇല്ലെങ്കിൽ കച്ചവടം പൂട്ടിപ്പോവും എന്ന് പറയുന്ന ആ ഒരു സംഗതി, അതാണ് ഈ വെർദൂവിയൻ ബിസിനസ്. നമ്മൾ മൊസീവ് വെർദുവിനെ കുറിച്ചാണ് പറഞ്ഞത്. വെർദൂവിയൻ ബിസിനസ്, ഇവിടെ വെർദൂവിയൻ ബിസിനസ് വേഴ്സസ് ഷുഐബിയൻ എത്തിക്സ്. ഷുഐബി എന്ന് പറയേണ്ടതില്ല, ഇസ്ലാമിക് എത്തിക്സ് ആണ്. പക്ഷെ ആ കാലത്തെ കൃത്യമായിട്ട് ഓർക്കാൻ വേണ്ടി നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുകയാണ്, ഷുഐബിയൻ എത്തിക്സ്. ഇവ തമ്മിലുള്ള ഒരു കമ്പാരിസൺ നടത്തിയാൽ, ഒന്നാമതായിട്ട് വെർദൂവിയൻ ബിസിനസ്സിൽ പറയുന്നത് പ്രോഫിറ്റ് ഫസ്റ്റ്, ഏറ്റവും പ്രധാനം എന്താണ്? ലാഭമാണ്. അതാണ് ആദ്യം കച്ചവടത്തിന് ഇറങ്ങുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ലാഭമാണ് ഏറ്റവും പ്രധാനം. അതേസമയം ഷുഐബിയൻ എത്തിക്സിൽ പറയുന്നത് ജസ്റ്റിസ് ഫസ്റ്റ്. ജസ്റ്റിസ് ഫസ്റ്റ്, നിങ്ങൾക്ക് നഷ്ടമുണ്ടായാലും നീതിയാണ് ഏറ്റവും പ്രധാനം. ഇത് രണ്ടും തമ്മിൽ വലിയ അന്തരമുണ്ടെന്നേ, വലിയ അന്തരമുണ്ട്. ഒരു നിലപാട് നമ്മൾ എടുക്കുമ്പോൾ ആ നിലപാട് എത്രത്തോളം സൂക്ഷ്മമാണ് എന്നുള്ളത് പ്രധാനമാണ്. എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ് ബഖിയ്യത്തുല്ലാഹി ഖൈറുൽ ലക്കും, അള്ളാഹുവിങ്കൽ ശേഷിച്ചതെന്തോ അതേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ഈ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ നമുക്കിത് മനസ്സിലാവും. അതുപോലെ തന്നെ വെർദൂവിയൻ ബിസിനസിന്റെ അടിസ്ഥാന തത്വം എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റ് ഡിസൈഡ്സ് മൊറാലിറ്റി. ധാർമ്മികതയെ നിർണയിക്കുന്നത്, തീരുമാനിക്കുന്നത് മാർക്കറ്റാണ്. ഷുഐബിയൻ എത്തിക്സിൽ പറയുന്ന അതിന്റെ അടിസ്ഥാന തത്വം എന്താണെന്ന് വെച്ചാൽ, മൊറാലിറ്റി ഡിസൈഡ്സ് മാർക്കറ്റ്. ധാർമ്മികതയാണ് മാർക്കറ്റിനെ നിശ്ചയിക്കുന്നത്. മാർക്കറ്റ് എങ്ങനെയാവണമെന്ന് തീരുമാനിക്കുന്നത് മൊറാലിറ്റിയാണ്. ഇതാണ് ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പാഠം. അല്ലാതെ മാർക്കറ്റ് ധാർമ്മികത എല്ലാ രംഗത്തും നമുക്കിപ്പോൾ ഉള്ളതാണ് ഒരു പ്രശ്നം. ഈ സയന്റിസം എന്ന് പറയുന്നത് ഈ ജ്ഞാനരംഗത്ത് പോലും ഇതുണ്ടെന്നുള്ളതാണ്, വൈജ്ഞാനിക രംഗത്ത് പോലും ഇതുണ്ടെന്നുള്ളതാണ്. സയന്റിസം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ എടുത്താൽ, പൂർണ്ണമായിട്ടല്ല, അത് പുറത്തോട്ടേക്കൊന്ന് വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ അതിനിങ്ങനൊരു ധാർമ്മികവാദം. ശാസ്ത്രം നിരപേക്ഷമാണെന്ന് പറയും, പക്ഷെ അങ്ങനെയല്ല. ശാസ്ത്രത്തിന്റെ ധാർമ്മികത ശാസ്ത്രം തീരുമാനിക്കുന്ന, ശാസ്ത്രത്തിന്റെ ധാർമ്മികത ശാസ്ത്രം തീരുമാനിക്കുന്ന. പക്ഷെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു എൻറ്റിറ്റി ഒന്നും അല്ല. അപ്പൊ അത് കൈകാര്യം ചെയ്യുന്നവർ തീരുമാനിക്കുന്നതാണ് അതിന്റെ അർത്ഥം. നമ്മൾ വായിക്കുന്നതെല്ലാം അതിലൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട്. ചരിത്രം എഴുതി വെക്കുന്നവന്റെ പക്ഷത്തെ നിൽക്കുള്ളൂ. ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലുണ്ടാവേണ്ട ഒരു ചിന്തയാണ്, അത് എഴുതി വെക്കുന്നവന്റെ പക്ഷത്താണ് ആ ചരിത്രം നിൽക്കുക. മറ്റവർക്ക് അതിൽ യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോ മെഗല്ലനെ കുറിച്ചും കൊളംബസിനെ കുറിച്ചും ഗാമയെ കുറിച്ചും ഒക്കെ എഴുതി വെക്കപ്പെട്ട ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ അതില് മെഗല്ലൻ കടന്നു ചെന്നിട്ടുള്ള ഫിലിപ്പീൻസിലെ ആദിമ നിവാസികൾ, അവരെ കുറിച്ച് അതിൽ വായിക്കാൻ പറ്റില്ല. അവരുടെ ചെറുത്തുനിൽപ്പിനെ കുറിച്ചോ അവരുടെ കൾച്ചറിലും അവരുടെ ഹിസ്റ്ററിയിലും ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ആഘാതങ്ങളെ സംബന്ധിച്ചോ ഒന്നും നമ്മൾ പഠിക്കില്ല. കൊളംബസ് അമേരിക്കൻ ദ്വീപുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള പലതരത്തിലുള്ള ട്രോമകളെ സംബന്ധിച്ച് നമ്മൾ വായിക്കില്ല. അവിടെയുള്ള ആദിവാസികളുടെ ടൈനോകളുടെ പക്ഷത്തൊന്നും നിന്നുകൊണ്ട് നമ്മൾ ചരിത്രം വായിക്കില്ല. അപ്പൊ എഴുതി വെച്ചവന്റെ പക്ഷത്താണ് നിൽക്കുക. ഇതുപോലെയാണ് പല കാര്യങ്ങളും. ഓരോന്നിന്റെയും മൊറാലിറ്റി അത് തീരുമാനിക്കും. കലയുടെ മൊറാലിറ്റി തീരുമാനിക്കുന്നത് കല തന്നെയാണ്. ഇത്തരം വാദങ്ങളെ ഒന്നും ഇസ്ലാം അംഗീകരിക്കില്ല. ജീവിതത്തിന്റെ മൊറാലിറ്റി തീരുമാനിക്കുന്നത് ദീനാണ്. ആ മൊറാലിറ്റിയാണ് ജീവിതത്തെ തന്നെ നിർണ്ണയിക്കുന്നത്. അപ്പൊ വെർദൂവിയൻ ബിസിനസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മാർക്കറ്റ് ഡിസൈഡ്സ് മൊറാലിറ്റി എന്നാണെങ്കിൽ, നേരെ തിരിച്ചാണ് ഷുഐബിയൻ എത്തിക്സിൽ പറയുന്നത് മൊറാലിറ്റി ഡിസൈഡ്സ് മാർക്കറ്റ്. അതുപോലെ തന്നെ വെർദൂവിയൻ ബിസിനസ്സിൽ പറയുന്നത് ഹ്യൂമൻ ഈസ് ഈക്വൽ ടു മീൻസ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന്റെ ആസ്തിയാണ്. മനുഷ്യന്റെ ഐഡന്റിറ്റി തന്നെ സമ്പത്താണ്. അതിനനുസരിച്ചുള്ള ആദരവേ കിട്ടുള്ളൂ. ഇതാണ് പ്രശ്നം. അതിനനുസരിച്ചുള്ള ഇസ്ലാം രാഷ്ട്രീയമായിട്ട് അതിന്റെ ക്രമമൊക്കെ നഷ്ടപ്പെട്ടിട്ട്, ഖിലാഫത്ത് റാഷിദക്ക് ശേഷം അതങ്ങനെ പരമ്പരയായിട്ട് നിലനിന്നിട്ടില്ല. ചില ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ. പക്ഷെ അതിനുശേഷം പോലും നിങ്ങൾ മനസ്സിലാക്കണം, അടിമത്തം ഇസ്ലാമിലുണ്ടോ എന്നുള്ളത് ഇല്ലോ എന്നുള്ളത് വേറെ വിഷയമാണ്. പക്ഷെ അടിമക്ക് മംലൂക്ക് ഡൈനാസ്റ്റി എന്ന് പറഞ്ഞിട്ട്, അടിമകളുടെ രാജവംശം എന്ന് പറഞ്ഞിട്ട് ഈജിപ്തിന്റെ ഹിസ്റ്ററിയിൽ കാണാം, ഇന്ത്യയുടെ ചരിത്രത്തിലും കാണാം. ഇന്ത്യയിൽ ഡൽഹിയിൽ സൽത്തനത്ത് സ്ഥാപിച്ച ആദ്യത്തെ രാജാവ് സുൽത്താൻ ഖുതുബുദ്ദീൻ ഐബക്, അദ്ദേഹം ഒരു അടിമയാണ്. ഇതുപോലെ തന്നെ ഈജിപ്തിലെ മംലൂക്ക് ഡൈനാസ്റ്റി, സ്ലേവ് ഡൈനാസ്റ്റി എന്ന് പറയുന്നതും അങ്ങനെ ഒരു സാധ്യത മനസ്സിലാക്കണം. പിന്നെ നമ്മൾ ഈ കിറാത്ത്, 7 തരം കിറാത്ത് എന്നൊക്കെ പറയാറുണ്ടല്ലോ.
ഇതിന്റെ ആചാര്യന്മാരായിട്ട് അറിയപ്പെടുന്നവർ പലരും അടിമകളാണ്. എന്തുകൊണ്ട്? അത്രയും താഴ്ന്ന സ്ഥാനത്തുള്ളവർക്ക് മുകളിലേക്ക് വരാൻ സാധിക്കുന്നു. താഴ്ന്ന സ്ഥാനം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇല്ലാത്തതുകൊണ്ടാണ്. അതേസമയം ഇവിടെ വെർദൂവിയൻ ബിസിനസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കൾച്ചർ രൂപപ്പെട്ട് കഴിഞ്ഞാൽ ഹ്യൂമൻ ഈസ് ഈക്വൽ ടു മീൻസ്, ആസ്തിയാണ് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സമവാക്യം രൂപപ്പെടും. അതേസമയം മറുഭാഗത്ത് ഷുഐബിയൻ എത്തിക്സിൽ പറയുന്നത് ഹ്യൂമൻ ഈസ് ഈക്വൽ ടു ട്രസ്റ്റ്, അമാനത്താണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. മനുഷ്യനെ നിർണ്ണയിക്കുന്നത്, അവനെ മനുഷ്യനാക്കുന്നത് അമാനത്താണ്. അതേ സംബന്ധിച്ചുള്ള ചിന്തയുടെ അഭാവത്തിൽ ഷുഐബിന്റെ ജനത എന്താണ് പറയുന്നത്? ഇന്നക്കും ഇതല്ല ഖാസിറു, നിങ്ങൾക്ക് കച്ചവടം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, ഞാൻ പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. നിങ്ങൾക്ക് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകും. മലക് പറയുന്നത് എന്താ? കച്ചവടം നഷ്ടപ്പെട്ടു പോകും. ജീവിതമാണോ കച്ചവടമാണോ വലുത് എന്നുള്ളൊരു പ്രശ്നവും കൂടി വരുന്നുണ്ടല്ലോ ഇവിടെ. വീണ്ടും നമുക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വെർദൂവിയൻ ബിസിനസ്സിൽ പറയുന്നത് ലോസ് എന്ന് പറയുന്നതാണ് എത്തിക്സ്. ധർമ്മനീതി എന്ന് പറയുന്നത് ഇങ്ങോട്ട് കൊണ്ടുവരരുത്, അത് നഷ്ടമാണ്. അതാണ് ഇത് ഇന്നക്കും ഇതെല്ലാം ഹാസറു എന്ന് പറഞ്ഞ അർത്ഥം അതാണ്. ലൈൻ ഇത്തബഅതും ഷുഐബൻ, ഷുഐബിന്റെ എത്തിക്സിനെ നിങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം വരും. അപ്പൊ അത് ലോസ് ആണ്. എത്തിക്സ് ഈസ് ഈക്വൽ ടു ലോസ്. അതേസമയം ഷുഐബിയൻ എത്തിക്സിൽ പറയുന്നത് ലോസ് ളുൽം ഈസ് ഈക്വൽ ടു ലോസ്, ളുൽം ഈസ് ഈക്വൽ ടു ലോസ് എന്നാണ്. അതാണ് ലാ തുഫ്സിദു ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹ, ഭൂമിയിൽ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത്. അവരുണ്ടാക്കിയ ഫസാദ് എന്താ? അവരുണ്ടാക്കിയ ഫസാദ് അളവ് തൂക്കത്തിൽ കൃത്രിമത്വം കാണിച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഈ ഒരു ഫസാദ് അതിനെതിരായിട്ടാണ് പ്രചാരണം എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഈ വക ചിന്തകളിൽ നിന്ന് തന്നെയാണ് വെർദൂവിന്റെ ആ പ്രഖ്യാപനം, ബിസിനസ് ഇസ് എ റൂത്ത്ലെസ് ബിസിനസ്. ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, അല്ലെങ്കിൽ അതിന്റെ ഒരു സാരസംഗ്രഹം എന്താണെന്ന് വെച്ചാൽ, ഇറ്റ്സ് നോട്ട് ബിസിനസ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് ബാക്ക്ഡ് ബൈ ജസ്റ്റിസ്. നീതിയുടെ പിൻബലം ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കച്ചവടം കച്ചവടമേ അല്ല. അത്താജിറു സ്വദൂഖുൽ അമീൻ, അമീനും സ്വദൂഖുമായിട്ടുള്ള ബിസിനസ്സുകാരൻ, സത്യസന്ധനും വിശ്വസ്തനുമായിട്ടുള്ള ട്രസ്റ്റ് ഉള്ള ബിസിനസ്സുകാരൻ, അവൻ ആരുടെ കൂടെയാണെന്നറിയോ? അവൻ നബിമാരുടെ കൂടെയാണ്, സിദ്ദീഖുകളുടെ കൂടെയാണ്, ശുഹദാക്കളുടെ കൂടെയാണ്, സാലിഹീങ്ങളുടെ കൂടെയാണ്. കച്ചവടത്തിന് അത്രമേൽ പ്രാധാന്യം. ഇന്ത്യ അടക്കം പല സ്ഥലത്തും ഇസ്ലാമിക പ്രബോധനം നടത്തിയത് കച്ചവടക്കാരാണ്. കേരളത്തിൽ വന്നിട്ടുള്ള മാലിക് ദീനാർ കച്ചവടക്കാരനാണ്. അപ്പൊ കച്ചവടക്കാരിൽ നിന്ന് നന്മകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവണമെന്നാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഏറ്റവും പ്രധാനം തന്നെയാണ്. പക്ഷേ ഇറ്റ്സ് നോട്ട് ബിസിനസ് ഇഫ് ഇറ്റ്സ് നോട്ട് ബാക്ക്ഡ് ബൈ ജസ്റ്റിസ്. നീതിയുടെ പിൻബലം, പിന്തുണ, പിന്താങ്ങൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ കച്ചവടത്തെ കച്ചവടമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. അതൊരു വലിയ തിന്മയാണ്, അത് ളുൽമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദഅവ. എന്താണ് ദഅവത്ത്? ദഅവത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ തിയോളജിക്കലായിട്ട് മാത്രം ചിന്തിക്കും. ഇസ്ലാമിൽ തിയോളജി അതിന്റെ സോഷ്യാലിറ്റിയുടെ, അതിന്റെ സോഷ്യോളജിയുടെ അഭാവത്തിൽ പൂർത്തിയാവുകയില്ല. അങ്ങനെ തന്നെ തിരിച്ചറിയണം. ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദഅവത്താണ്. ഷിർക്കിനെ ഖുർആൻ ളുൽം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ന്യായത്താൽ തൗഹീദിന്റെ അർത്ഥം അദിൽ എന്നാണ്. ഷിർക്ക് ളുൽമാണെങ്കിൽ തീർച്ചയായിട്ടും തൗഹീദ് അദിലാണ്. അതിനെ മുറുകെ പിടിക്കുക, തൗഹീദിനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത് ശുഹദാ ലില്ലാഹ്, നിങ്ങൾ നീതിയുടെ കൊടിയുയർത്തിപ്പിടിക്കുക. ഖവ്വാം എന്ന് പറഞ്ഞാൽ അടിയുറച്ച് നിലകൊള്ളുന്നവൻ, അടിയുറച്ച് നിലകൊള്ളുന്നവൻ, നീതിയുടെ സേവകൻ. റിജാലു ഖവ്വാമൂന അല നിസാ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ സ്ത്രീകളുടെ സേവകരാണെന്നാണ്. അവർക്ക് വേണ്ടി അടിയുറച്ച് നിലകൊള്ളുന്നവർ, അവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ സന്നദ്ധരായവർ, അല്ലാതെ മേലാളന്മാരാണ്, മുതലാളിമാരാണ് എന്നല്ല. നമ്മൾ തെറ്റി വായിക്കരുത്. അപ്പൊ അതാണ് കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാ ലില്ലാഹ്, നീതിക്ക് വേണ്ടി നിലകൊള്ളുകയും അള്ളാഹുവിന് സാക്ഷ്യം വഹിക്കുകയും. അപ്പൊ അതിലാണ് തൗഹീദ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഏതായാലും വെർദൂവിന്റെ വാക്യമാണ് ലഇനിത്തബഅതും ശുഐബൻ ഇന്നക്കും ഇദല്ല ഖാസിറൂൻ. ഒന്നുമില്ല, ഇവര് തമ്മിൽ നടക്കുന്ന സംഭാഷണത്തില് മുമ്പൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ഈ പ്രണയത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും. ഇതൊക്കെ പരമപ്രധാനമായ മൂല്യങ്ങളാണല്ലോ. ഇസ്ലാമിന്റെ എല്ലാ സിദ്ധാന്തങ്ങളും റഹ്മത്ത്, മവദത്ത്, അടിസ്ഥാനപരമായിട്ട് കുടുംബത്തെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ.
നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നത് അള്ളാഹുവിന്റെ അടയാളമാണ്. എന്നിട്ട് നിങ്ങൾക്കിടെ അവരുടെ സാമീപ്യത്തിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുവാൻ, പൂർണ്ണതയുണ്ടാകുവാൻ, സായുജ്യം ഉണ്ടാകുവാൻ, നിങ്ങളുടെ സാക്ഷാത്കാരം സാധ്യമാകുവാൻ, നിങ്ങളുടെ ജീവിതം അർത്ഥവത്താകുവാൻ, അതിനുവേണ്ടി വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ, രണ്ട് സംഗതികൾ നിക്ഷേപിച്ചു വന്നിട്ടുണ്ട്. മവദ്ദത്ത്, ലവ്, പ്യുവർ ലവ്. രണ്ടാമത്തത് റഹ്മത്ത്, കാരുണ്യം. ഈ വെറുതുവും ഈ പെൺകുട്ടിയും തമ്മിൽ നടക്കുന്ന സംഭാഷണത്തിൽ എന്തിനാണ് ഈ പൂവിറ്റ് നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പെണ്ണ് പറയുന്നുണ്ട് എന്റെ ഭർത്താവിനെ പോറ്റാനാണ്. എന്താ ഭർത്താവിനെ പോറ്റാൻ വേണ്ടി പെണ്ണിങ്ങനെ കഷ്ടപ്പെടണം? ഭർത്താവ് അവശനായിട്ട് കിടക്കാണ്, അയാളൊരു യുദ്ധത്തിൽ പങ്കെടുത്തിട്ട് അരക്ക് താഴെ തളർന്ന് കിടക്കുകയാണ്. അപ്പൊ അയാളെ പുലർത്തണം എനിക്ക് വേറെ വഴിയൊന്നുമില്ല, ഞാൻ അതിനു വേണ്ടി ജീവിക്കുകയാണ്. അപ്പൊ എന്താണ് അതിന്റെ ഒരു അടിസ്ഥാനം? ഇത്രത്തോളം ഭർത്താവിന് വേണ്ടി അവൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ശേഷിയില്ലാതെ, ചലനശേഷിയില്ലാത്ത കിടക്കുന്ന അയാളെ, ഈ ചെറുപ്പക്കാരിയായ പെണ്ണിനെ അങ്ങ് ഉപേക്ഷിച്ചു പോയിക്കൂടായിരുന്നോ? ഉപേക്ഷിച്ചു പോകുന്നത് നിയമപരമായ തെറ്റൊന്നുമല്ല, അങ്ങനെ ആവാം, കുഴപ്പമൊന്നുമില്ല, അതൊക്കെ സാഹചര്യം അനുസരിച്ചിരിക്കും. പക്ഷെ ഈ പെണ്ണ് എന്തുകൊണ്ടാണ് അതിന് തയ്യാറാവാത്തത്? അതിന്റെ കാരണം ലവ് ആണ്. അപ്പൊ ഇയാൾ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ലവ്? മുതലാളിത്തത്തെ, ക്യാപിറ്റലിസത്തെ പ്രതിനിധാനം ചെയ്യുന്ന വെറുതുവിന് ലവിന്റെ, പ്രണയത്തിന്റെ ആന്തരികമായ പൊരുളറിയില്ല. അയാൾക്ക് അതൊക്കെ ബിസിനസ്സാണ്. എന്ന് പറഞ്ഞാൽ എത്തിക്സിനെ തന്നെ ബിസിനസ് ആക്കുന്നവരാണ് മദിയനിലെ ആളുകൾ. എത്തിക്സിനെ തന്നെ കമ്മോഡിറ്റൈസ് ചെയ്യുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ തന്നെ ചരക്കുവൽക്കരിക്കുന്നവരായതുകൊണ്ട് ലാഭമുള്ള കേസ് മാത്രമേ ഇവർ അംഗീകരിക്കുള്ളൂ. എന്താണ് ലവ്? ഗിവിങ്, സാക്രിഫൈസിങ്. ഇവളുടെ മറുപടി അതാണ്. അത് കൊടുക്കലാണ്, ത്യജിക്കലാണ്, ബലിയർപ്പിക്കലാണ്. ഏതുപോലെ എന്ന് വെച്ചാൽ സ്വന്തം കുഞ്ഞിനോട് അമ്മക്കുണ്ടാകുന്ന ഒരു വികാരമാണ്. അമ്മ അങ്ങോട്ട് കൊടുക്കാനേ ചിന്തിക്കുള്ളൂ, തിരിച്ചിങ്ങോട്ട് ആഗ്രഹിക്കാറില്ല. അമ്മ എന്ന് പറയുന്ന പ്രകൃതത്തിൽ നിന്നുകൊണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ പ്രയാസമൊക്കെ വരുമ്പോൾ മക്കളുടെ നിന്ന് എന്തെങ്കിലും കിട്ടണം എന്നൊക്കെ ചിന്തിച്ചേക്കാം, അതൊരു തെറ്റൊന്നുമല്ല. പക്ഷെ സാധാരണഗതിയിൽ മാതൃവികാരം എന്ന് പറയുന്നത് അങ്ങോട്ട് കൊടുക്കലാണ്, ഗിവിങ് ആൻഡ് സാക്രിഫൈസിങ്. അത് കൊടുക്കലാണ്, ത്യജിക്കലാണ്. അതുപോലെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വെറുതെ പറയുന്നുണ്ട്, ഇറ്റ്സ് എ ക്രൂവൽ വേൾഡ്. ഈ ലോകത്ത് ഞാൻ മാത്രം വിചാരിച്ചിട്ടൊരു കാര്യമില്ല, ഇതൊരു ന്യായമാണ്. ലോകം മുഴുവൻ നാടേ ഓടുമ്പം നടുകേ ഓടുക എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ നാടെങ്ങനെ തിന്മയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനായിട്ട് നന്നായിട്ട് എന്താ കാര്യം? ഇതൊരു ക്രൂവൽ വേൾഡ് ആണ്, ക്രൂരമായ ലോകമാണ്, ഇത് നന്നാകാൻ പോകുന്നില്ല എന്ന് പറയുന്ന സമയത്ത് അവള് പറഞ്ഞു, അങ്ങനെ പറയരുത്, ഇറ്റ്സ് എ ബ്ലണ്ടറിങ് വേൾഡ്. ഇത് അബദ്ധങ്ങളിൽ ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്. ക്രൂരത എന്ന് പറയുന്നത് ലോകത്തിന്റെ ഫിത്രയിലുള്ളതല്ല, ഇത് അബദ്ധങ്ങളിൽ ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്. നിങ്ങൾക്ക് അതിനെ നേരെയാക്കാൻ സാധിക്കും. എ ലിറ്റിൽ കൈൻഡ്നെസ് ക്യാൻ മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ. ഒരല്പമെങ്കിലും ദയ നിങ്ങൾ പ്രകാശിപ്പിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ചുറ്റിലുമുള്ളത് വളരെ മനോഹരമാണ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എന്തുകൊണ്ടാണ് ലോകം ക്രൂരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ ക്രൂരതയെ ജസ്റ്റിഫൈ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ടാണ്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. ഈ ലോകത്ത് നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത്. അള്ളാഹു അതിനെ ഇസ്ലാഹ് ചെയ്ത് വെച്ചിരിക്കെ, അള്ളാഹു അതിനെ നന്നാക്കി വെച്ചിരിക്കെ എന്നാണ്. ആ നന്മ കാണണമെങ്കിൽ ആ ഒരു ഇസ്ലാഹിന്റെ മനസ്സ് നമുക്ക് ഉള്ളിലുണ്ടാവണം. അതില്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് പെണ്ണങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ അതുകൊണ്ട് ലൈനിത്തബഅതും ശുഐബൻ ഇന്നക്കും ഇദല്ല ഖാസിറൂൻ എന്ന് ശുഐബിന്റെ മദിയനിലെ മലഅ് മുതൽക്ക് ഈ വെറുതു വരെയുള്ള ആളുകൾ പറയുമ്പോൾ, എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് നഷ്ടം? അല്ലദീന കദ്ദബു ശുഐബൻ കഅല്ലം യഗ്നൗ ഫീഹാ അല്ലദീന കദ്ദബു ശുഐബൻ കാനൂ ഹുമുൽ ഖാസിരീൻ. വിശുദ്ധ ഖുർആൻ പറയാൻ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്നറിയോ? ശുഐബിനെ ആരാണോ തള്ളിക്കളഞ്ഞത് അവര് മാഞ്ഞുപോയി. അവിടെ താമസിച്ചിട്ടേ ഇല്ലാത്ത വിധം ചരിത്രത്തിൽ നിന്ന് തന്നെ അങ്ങോട്ട് മാഞ്ഞുപോയി. അതേസമയം അതുപോലെ തന്നെ അല്ലദീന കദ്ദബു ശുഐബൻ കാനൂ ഹുമുൽ ഖാസിറൂൻ. യഥാർത്ഥത്തിൽ എന്താണ് നഷ്ടം? ആർക്കാണ് നഷ്ടം സംഭവിച്ചത്? ശുഐബിനെ തള്ളിക്കളഞ്ഞവർക്കാണ്, പിന്തുടർന്നവർക്കല്ല. പിന്തുടർന്നവർ പിന്നീട് ഒരു ചരിത്രം സൃഷ്ടിച്ചു. അവരായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു വരുന്ന ചരിത്രത്തിലെ പാഠമനുസരിച്ച് ക്രിയേറ്റീവ് മൈനോറിറ്റി. അവരാണ് പിന്നെ ലോകം സൃഷ്ടിച്ചത്. അവർക്ക് ഏത് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. മാത്രവുമല്ല, പിന്നെ ഖുർആൻ പറയുന്ന വമൻ ഖഫത് മവാസീനുഹു, ആരുടെ തട്ട് ഇങ്ങനെ ഉയർന്ന്, ഈ ദുനിയാവില് തട്ടുമ്മൽ കളി കളിച്ച ആളുകൾ. ഈ മീസാൻ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രതീകമാണ്, നീതിയുടെ പ്രതീകമാണ്. മീസാന്റെ സൂചി എന്ന് പറഞ്ഞാൽ വെറും ഒരു അളവിന്റെ വിഷയമല്ല, അത് എത്ര കിലോ എന്നുള്ളത് മാത്രമല്ല, ജീവിതത്തെ തന്നെ നിർണ്ണയിക്കുന്ന ഒരു അടയാളമാണ് മീസാന്റെ സൂചി എന്ന് പറയുന്നത്. അത് വളരെ കൃത്യമാക്കിയിട്ടില്ലെങ്കിൽ, ആളുകളുടെ സാധനം അതിൽ കുറവ് വരുത്തിയാൽ ഇതുപോലെ നിങ്ങളുടെ തട്ട് മഹ്ശറയിൽ വെച്ച് കുറഞ്ഞിരിക്കുന്നതാണ്. അതങ്ങനെ പൊങ്ങി നിൽക്കും. വമൻ ഖഫത് മവാസീനുഹു,
ഫൗലൈകല്ലദീന ഖസിറു അൻഫുസഹും, അവർക്ക് അവരെ തന്നെ നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഖുർആൻ പറയുന്നത്. അവർക്ക് അവരെ തന്നെ നഷ്ടപ്പെട്ടു പോയി. അതാണ് അല്ലദീന കദ്ദബു ശുഐബൻ കാനൂ ഹുമുൽ ഖാസിർ, അവരാണ് നഷ്ടപ്പെട്ടു പോയവർ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ടാണ് ലാഭനഷ്ടത്തെക്കുറിച്ചുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്ത സമർപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത് എന്ന് കാണണം. മലഅ് പറഞ്ഞത് നീതിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കച്ചവടം നഷ്ടമാകുമെന്നാണ്. ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് നീതിയില്ലെങ്കിൽ ജീവിതം തന്നെ നഷ്ടമാകുമെന്നാണ്. ഇന്ന് സമാനമായ വാദങ്ങളുണ്ട്. ഇത് ചെയ്യാതെ ബിസിനസ് നടക്കില്ല, എല്ലാവരും ചെയ്യുന്നതല്ലേ, ഇതൊക്കെയാണ് എല്ലാവരും ചെയ്യുന്നതല്ലേ. നിയമപരമായ ശരി നോക്കിയാൽ മതി, നൈതികത പ്രാക്ടിക്കൽ അല്ല, എത്തിക്സ് പ്രാക്ടിക്കൽ അല്ല, നമ്മൾ ലോ നോക്കിയാൽ മതി എന്ന് വാദിക്കുന്നവർ കുറച്ചുകൂടി സത്യസന്ധരാണ്. കാരണം അവർ നിയമത്തെ പറ്റിക്കുന്നില്ലല്ലോ. പക്ഷെ നിയമവും നീതിയും എപ്പോഴും ഒരുപോലെ പോയിക്കൊള്ളുന്നില്ല, ഇതും മനസ്സിലാക്കേണ്ടതാണ്. ഇനി മാർക്കറ്റിൽ സർവൈവ് ചെയ്യണമെങ്കിൽ കോംപ്രമൈസ് വേണമെന്നാണ്. മനോഹരമായ വാക്കാണ് കോംപ്രമൈസ്. എന്തിനോടും നമ്മൾ കോംപ്രമൈസ് ചെയ്യണം. യഥാർത്ഥത്തിൽ ഇതൊരു ഐഡിയോളജിക്കൽ ബ്രെയിൻ വാഷിംഗ് ആണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുഅ്മിനീങ്ങൾ എന്ന നിലക്ക് നമ്മൾ ഈ ലോകത്ത് മാതൃക സൃഷ്ടിക്കേണ്ടവരാണ്. ആ മാതൃക സൃഷ്ടിക്കുന്നത് അള്ളാഹുവിനെ അവലംബിച്ചുകൊണ്ടും അവനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടും അവനിൽ തവക്കുൽ ചെയ്തുകൊണ്ടുമായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. വീണ്ടും ഈ ശുഐബ് അലൈഹി സ്വലാത്തു വസ്സലാം അതൊരു മാർക്കറ്റ് കറപ്ഷന്റെ ഖുർആനിക് ആർക്കിടൈപ്പാണ്. അതിന്റെ പുതിയ കാലത്തുള്ള അവതാരങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഇനിയും ചിന്തിക്കാം. നമ്മുടെ കാര്യങ്ങൾ എല്ലാ അർത്ഥത്തിലും ധാർമ്മികമായ വിധത്തിൽ പൂർത്തീകരിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും തുണക്കുമാറാകട്ടെ.